ഇനി ആരും വാഷിംഗ് ടാപ്പ് വാങ്ങിച്ച് പൈസ കളയണ്ട. ഈസി ആയിട്ടുള്ള പാറ്റേൺസ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് A4 സൈസ് പേപ്പറും ബ്രഷ് പെന്നും സ്കെച്ച് പെന്നും. ഫസ്റ്റ് A4 സൈസ് പേപ്പർ എടുക്കാം. ഇനി വേണ്ടത് ഒരു സ്കെയിലിൽ 1.5 സെന്റിമീറ്റർ മുകളിലും താഴെയും മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചെടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ബ്രഷ് പെന്നും സ്കെച്ച് പെന്നും മാത്രം മതി. ഇതിൽ ഞാൻ ആദ്യത്തെ 3 പാറ്റേൺസിൽ പിങ്ക് കളർ കൊടുത്തിട്ട് ആദ്യത്തേൽ ഒരു യെല്ലോ ഷെയ്ഡിൽ ഒരു ഹാർട്ട്സ് വരച്ചെടുത്തു. രണ്ടാമത്തേൽ ഒരു വയലറ്റ് ഷെയ്ഡിൽ ചെറിയൊരു റോസയും വരച്ചെടുത്തു. മൂന്നാമത്തേൽ ഈ കാണുന്ന രീതിയിലൊന്ന് വരച്ചിട്ട് മുകളിൽ തണ്ടും ഇലയും കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇവിടെ റെഡിയായി. സ്ട്രോബെറിക്ക് ഒരു ഒറിജിനാലിറ്റി വേണ്ടേ, അതിനുവേണ്ടി ബ്ലാക്ക് കളറിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് യെല്ലോ കളറിൽ 3 എണ്ണത്തിലും വരച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു ആദ്യത്തേൽ സിക്സാഗായിട്ട് യെല്ലോ കളറിലും, പിന്നെ രണ്ടാമത്തേൽ ഒരു റെഡ് ഹാർട്ട്സും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വരയും വരച്ചു. പിന്നെ അടുത്ത് ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഗ്രീൻ കളർ കൊടുത്തിട്ട് ആദ്യത്തെ പാറ്റേണിൽ ഞാൻ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ലീവ്സ് എന്ന് തോന്നുമോ എന്ന് എനിക്കറിയില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തേൽ ആ ഒരു പാറ്റേണും അടുത്തതായിട്ട് ഞാൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ട് ഡാർക്ക്, അതായത് നേവി ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇതിൽ സിക്സാക്ക് ആയിട്ടുള്ള പാറ്റേൺസും വരച്ചു കൊടുക്കാമേ. ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് പിൻട്രസ്റ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാറ്റേൺസ് കിട്ടും. ഇനി ബ്രഷ് പെൻ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് സാധാ വാട്ടർ കളറില്ലേ അതും അടിച്ചു കൊടുത്താലും മതി. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് പെൻ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. കണ്ടോ, ഈസി ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് തയ്യാറാക്കാം. ഇനി ഇതെങ്ങനെയാണ് നമുക്കിനി ബുക്കിലോ അസൈൻമെൻറ്റ്സിലോ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണ് ജേർണൽസിലാണെങ്കിൽ ജേർണൽസിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഗം ഉപയോഗിച്ചിട്ടാണ് അതിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പാറ്റേൺസ് ഇതുപോലെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും, ടൈം കൺസ്യൂമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാറ്റേൺസ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ.